നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ രാഹു, 5-ൽ ശനി, 7-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ ബുധൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം, 10-ാം ഭാവത്തിൽ ശുക്രൻ, രാഹു. പല കാര്യങ്ങളിലും വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തികമായി നല്ല ഗുണങ്ങൾ അനുഭവിക്കാം. പലപ്പോഴും ധീരമായിട്ട് കാര്യങ്ങൾക്ക് നേരിടേണ്ട യോഗമുണ്ട്. 3-ൽ ചന്ദ്രൻ വന്നാൽ അതാണ് ഫലം. ചന്ദ്രൻ വളരെ ബലവാനാണ്. വിധോ വിക്രമേണ ഏതി വിത്തം തപസ്സി. വിക്രമത്തിലൂടെ, പരാക്രമത്തിലൂടെ ധനം ലഭിക്കും. വിത്തം തപസ്സി. 9-ാം ഭാവത്തിൽ തപസ്സി എന്ന ഫലമുണ്ട്. തപസ് അനുഷ്ഠിക്കുക, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. ഭവേത് ഭാമിനി രഞ്ജിതോപ്യ അഗ്രകീർത്തി. ഭാര്യയാൽ അവരൊക്കെ തന്നെ ഇഷ്ടപ്പെടും. അഗ്രകീർത്തി, നല്ല കീർത്തി ഉണ്ടാകും. സഹോദര ഗുണം വളരെ കൂടും. പ്രതാപോജ്വല, തൻ്റെ പ്രതാപം കൊണ്ട് ഉജ്ജ്വലനാകും. ഇവിടെ ചൊവ്വ 7-ാം ഭാവത്തിലുണ്ട്. അതിനാൽ പലപ്പോഴും അർത്ഥം പറയുമ്പോൾ ഭാര്യയെക്കാളും പലപ്പോഴും അന്യ സ്ത്രീകളുമായുള്ള ചില സൗഹൃദങ്ങൾ തനിക്ക് വളരെയധികം നന്മകളോ സ്നേഹമോ വാത്സല്യമോ ലഭിക്കുന്ന ഒരു വാരമാണ്. അഷ്ടമത്തിൽ ബുധനാണ്. അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകാം. അതിനാൽ ജോലിയിൽ അന്യദേശത്ത് സഞ്ചരിക്കാം. അതിലൂടെ നല്ല മാറ്റങ്ങൾ വരാം. പ്രായേണ ഗ്യാംബ്ലിംഗ് പ്ലാനറ്റ്സൊക്കെ വളരെ നല്ലതാണ്. ഏതെങ്കിലും രീതിയിൽ ലോട്ടറിയിലൊക്കെ അനുഭവിക്കാൻ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ വാരം നല്ലതാണ്. എൻ്റെ അടുത്ത ധാരാളം സുഹൃത്തുക്കൾ ലോട്ടറി കച്ചവടം, വ്യാപാരവുമായി ബന്ധപ്പെട്ടവരുണ്ട്. അവരെപ്പോഴും ചോദിക്കാറുണ്ട്, സാർ ഈ വാരം നമുക്ക് നല്ലതാണ്. അതിനാൽ ഈ ഒരു വാരം വൃശ്ചികൻ രാശിക്കാർക്ക് സാമ്പത്തികമായി ലോട്ടറി അല്ലെങ്കിൽ അവരുടെ ടിക്കറ്റിന് എന്ത് ലഭിക്കുക, കാശ് ലഭിക്കുക തുടങ്ങിയ നല്ല സമയമാണ്. ഇവിടെ 10-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. അതിനാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊന്നും പോകാൻ പാടില്ല. അനാവശ്യമായ ഭ്രമം കാരണം തനിക്ക് ധനനഷ്ടമുണ്ടാകാം. അതിനാൽ ആ ഒരു വിഷയം വളരെ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദാമ്പത്യ ശ്രേയസ്സിനായി ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ് ദമ്പതികളുടെ പേരിൽ. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. പുത്തൻ കാറൊക്കെ വാങ്ങാം, പുത്തൻ കാറിന് ഓർഡർ ചെയ്യാം. പക്ഷേ തൻ്റെ ധനപരമായ അവസ്ഥ നോക്കി മാത്രം ഓർഡർ ചെയ്യുക. സാമ്പത്തിക വിഷയത്തിൽ നല്ല ഉചിതമായ ഉറച്ച തീരുമാനങ്ങളെടുത്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ നന്നായി നിലനിർത്താൻ ശ്രമിക്കുക. നമസ്തേ.